പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങളും വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ പാചകം ചെയ്യുന്നതായിട്ടും ഉള്ള വിവരം അവർക്ക് ലഭിച്ചു. അത് കണ്ടുപിടിക്കുകയും ചെയ്തു. ഏതൊരു ഹോട്ടലും അതിലൊരു കാര്യം ഞങ്ങൾ അടിവരായിട്ട് പറയുന്നു, മുഖം നോക്കാതെയുള്ള നടപടി. എവിടെയെങ്കിലും ഏതെങ്കിലും മേഖലകൾ സ്വാധീനിച്ചുകൊണ്ട് ഇതിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകിൽ തിരുത്താൻ തയ്യാറാകണം, അല്ലെങ്കിൽ അവർ ന്യൂ അനന്തപുരി ഫാസ്റ്റ് ഫുഡ് ശാസ്തമംഗലം, ഹോട്ടൽ പങ്കായം ബേക്കറി ജംഗ്ഷൻ പാളയം, അൽ ഹസൻ ബജറ്റ് ഫാമിലി റെസ്റ്റോറന്റ് മണക്കാട്, അറേബ്യൻ മസാല മണക്കാട്, പൊറോട്ട ഹട്ട് മണക്കാട്, സൈറ്റൂൺ ഹോട്ടൽ മണക്കാട്, പ്രിയസമുദ്ര ഹോട്ടൽ കോവളം, ഇത്രയും ഹോട്ടലുകൾക്കാണ് ചിക്കൻ ഇവരെ ഉദ്യോഗസ്ഥരെ കണ്ടപ്പോഴേക്ക് എടുത്തുകൊണ്ട് ഓടാൻ വേണ്ടി പരിശ്രമം നടത്തി. ഇന്നലത്തെ മെനിങ്ങാത്ത ചിക്കനാണ്. അത് കണ്ടുപിടിച്ചിട്ട് അതിനെ പിടിച്ച് വച്ചിട്ടുണ്ട്. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുൻപിലാണ്. നഗരസഭയുടെ കോമ്പൗണ്ടിന് ഉള്ളിലാണ് നിൽക്കുന്നത്. ഇവിടെ വന്നപ്പോഴാണ് നല്ല അൽഫാമിൻ്റെയും കുഴിമന്തിയുടെയും അതുകൂടാതെ നല്ല ഫ്രൈഡ് റൈസിൻ്റെയും എല്ലാം തന്നെ നല്ല സ്മെല്ലാണ് വരുന്നത്. എന്തായാലും ഇന്ന് ഉണ്ടാക്കിയ ഭക്ഷണമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ നഗരസഭയുടെ ഉദ്യോഗസ്ഥർ 98 ഹോട്ടലുകളിൽ, അതായത് നഗരസഭാ പരിധിക്കുള്ളിലെ 98 ഹോട്ടലുകളിൽ ഹെൽത്ത് വിഭാഗം റെയ്ഡ് നടത്തിയിരുന്നു. ഈ റെയ്ഡിൽ കണ്ടെത്തിയ പുഴുവരിച്ച നിലയിലുള്ള, അതായത് ഭക്ഷ്യയോഗ്യമല്ലാത്ത രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ്. അതായത് അൽഫാമുണ്ട്, നല്ല ബീഫുണ്ട്. ഇതെല്ലാം തന്നെ ആഴ്ചകളോളം പഴക്കമുള്ള ഭക്ഷ്യവസ്തുക്കളാണ് നിലവിലിപ്പോൾ പിടിച്ച് എടുത്തിരിക്കുന്നത്. 98 ഹോട്ടലുകളിലാണ് ഇന്ന് റെയ്ഡ് നടത്തിയത്. അതായത് ഇന്ന് ഉച്ചവരെ നടത്തിയ റെയ്ഡിലാണ് ഇത്തരത്തിൽ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ തലസ്ഥാന നഗരിയിലുള്ള ഹോട്ടലുകളിൽ നിന്നും, പ്രമുഖ ഹോട്ടലിൽ നിന്നും, പങ്കായം ഉൾപ്പെടെയുള്ള ഹോട്ടലുകളിൽ നിന്നും പിടിച്ചെടുത്തു എന്നാണ് മേയർ നമ്മളോട് നിലവിലിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ 7 ഹോട്ടലുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ച് എടുത്തിരിക്കുന്നത്. 48 ഹോട്ടലുകളുടെ അവരുടെ ഒരു ശുചീകരണവും മറ്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. നിലവിലിപ്പോൾ ഈ 98 സ്ഥലങ്ങൾ റെയ്ഡ് നടത്തിയതിൽ നിന്നും 7 ഇടങ്ങളിൽ നിന്നാണ്, അതായത് 7 പ്രമുഖ ഹോട്ടലുകളിൽ നിന്നുമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പഴകിയ ഭക്ഷണം കണ്ടെത്തിയിരിക്കുന്നത്. മേയർ നമ്മളോട് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത് വരും ദിവസങ്ങളിലും ഹെൽത്ത് വിഭാഗത്തിൻ്റെ ഇത്തരത്തിലുള്ള റെയ്ഡ് തുടരും എന്നുള്ളതാണ്. എന്തായാലും ഭക്ഷ്യയോഗ്യമല്ലാത്ത നിരവധി ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഇത്തരത്തിൽ തലസ്ഥാനത്തുള്ള പ്രമുഖ ഹോട്ടലുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും എന്തായാലും വ്യക്തമാവുകയാണ്. എല്ലാവരും തലസ്ഥാനത്ത് എത്തുന്നവരും തലസ്ഥാനവാസികളും എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള അൽഫാം, കുബൂസ്, പൊറോട്ടയൊക്കെ കണ്ടില്ലേ, സിമൻറ്റ് പോലെയുണ്ട്, നമുക്ക് തൊടാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. ഇത്തരത്തിലുള്ള ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങളാണ് തലസ്ഥാനത്തുള്ള പല ഹോട്ടലുകളിലും വിതരണം ചെയ്യുന്നത്. ഇത് കഴിച്ച് പലരും ഇപ്പോൾ ആശുപത്രിയിലുമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള നഗരസഭയുടെ ഹെൽത്ത് വിഭാഗത്തിൻ്റെ റെയ്ഡ് തുടരുമെന്നാണ് മേയർ നമ്മളോട് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ മേയർ തന്നെ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് ഹോട്ടലുകൾ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള വിവരം ഞങ്ങൾക്ക് പലയിടത്തുനിന്ന് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കൊക്കെ തന്നെ നേരത്തെ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം കൃത്യമായിട്ട് ഹോട്ടൽ ഉടമകളുമായിട്ടൊക്കെ ഞങ്ങൾ വ്യത്യസ്ത സാഹചര്യങ്ങൾ സംസാരിച്ചിരുന്നു. അതാത് സ്ഥലങ്ങളിലുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർമാരുൾപ്പെടെയുള്ളവർ ആരോഗ്യപരിപാലന രംഗത്ത് നല്ല രീതിയിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. എന്നിട്ടും ചില ഹോട്ടലുകൾ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്, വിതരണം ചെയ്യുന്നതെന്ന് കിട്ടിയ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ഇനി കാത്തിരിക്കാൻ വേണ്ടി തയ്യാറല്ല. ശക്തമായിട്ടുള്ള നിയമ നടപടികളിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ കടക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം 95 സ്ഥാപനങ്ങളിലാണ് ക്ലീൻ സിറ്റി മാനേജർമാരുടെ നേതൃത്വത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഉൾപ്പെടുന്ന 100 കണക്കിന് ജീവനക്കാർ പല സ്ക്വാഡുകളായി തിരിഞ്ഞുകൊണ്ട് പരിശോധനയ്ക്ക് ഇറങ്ങിയത്. 95 സ്ഥാപനങ്ങളിൽ ഇന്ന് രാവിലെ 7 മണി മുതൽ 1 മണി വരെ 95 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി.
48 സ്ഥാപനങ്ങളിൽ നിന്നും പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങളും വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ പാചകം ചെയ്യുന്നതായിട്ടും ഉള്ള വിവരം അവർക്ക് ലഭിച്ചു. അത് കണ്ടുപിടിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 48 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. 57,500 രൂപ പിഴയായിട്ട് ഈടാക്കി. അതോടൊപ്പം തന്നെ 7 സ്ഥാപനങ്ങളിൽ നിന്നും പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചിട്ടുണ്ട്. അവയ്ക്കെല്ലാം തന്നെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അവരിവിടെ ഹാജരായി അടുത്ത നടപടികളിലേക്ക് കടക്കും. അപ്പോൾ ഇനിയും ശക്തമായ റെയ്ഡുണ്ടാകും. തട്ടുകടകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, തട്ടുകടകൾക്ക് ആവശ്യത്തിൽ കൂടുതൽ സമയം കൊടുത്തിട്ടുണ്ട് എല്ലാം റെക്ടിഫൈ ചെയ്യാനായിട്ട്. ഇനി രാത്രികാലങ്ങളിലുള്ള തട്ടുകടകൾ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ ഏതൊരു ഹോട്ടലും, അതിലൊരു കാര്യം ഞങ്ങൾ അടിവരയിട്ട് പറയുന്നു, മുഖം നോക്കാതെയുള്ള നടപടി. എവിടെയെങ്കിലും ഏതെങ്കിലും മേഖലകൾ സ്വാധീനിച്ചുകൊണ്ട് ഇതിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകിൽ തിരുത്താൻ തയ്യാറാകണം, അല്ലെങ്കിൽ അവർ ഹോട്ടൽ പൂട്ടാൻ തയ്യാറാകണം. ഒരു കാരണവശാലും ആരോട് ഒരു കോംപ്രമൈസും ഇല്ല. മുഖം നോക്കാതെയുള്ള നടപടികൾ, ശക്തമായ നടപടികൾ. പാളയം മാർക്കറ്റിൽ ഏതു തരത്തിലുള്ള നടപടിയാണോ സ്വീകരിച്ചത് അതുപോലെ അതിനേക്കാൾ ശക്തമായുള്ള നടപടി സ്വീകരിക്കും. ഉദ്യോഗസ്ഥർ എല്ലാവരും തയ്യാറായിട്ടുണ്ട്. അതിനുള്ള തീരുമാനമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ന്യൂ അനന്തപുരി ഫാസ്റ്റ് ഫുഡ് ശാസ്തമംഗലം, ഹോട്ടൽ പങ്കായം ബേക്കറി ജംഗ്ഷൻ പാളയം, അൽ ഹസൻ ബജറ്റ് ഫാമിലി റെസ്റ്റോറൻറ്റ് മണക്കാട്, അറേബ്യൻ മസാല മണക്കാട്, പൊറോട്ട ഹട്ട് മണക്കാട്, സൈട്ടൂൺ ഹോട്ടൽ മണക്കാട്, പ്രിയസമുദ്ര ഹോട്ടൽ കോവളം, ഇത്രയും ഹോട്ടലുകൾക്കാണ് ഇപ്പോൾ നോട്ടീസ് ഭക്ഷണങ്ങൾ പിടിച്ചെടുത്തത്. അതിൻ്റെ നടപടികൾ നേരിടുന്ന ഇത്രയും സ്ഥാപനങ്ങളാണ്. ഇതുകൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല. ഇന്ന് രാവിലെ 7 മണി മുതൽ 1 മണി വരെ ചെയ്ത സ്ഥാപനങ്ങളാണ്. രാത്രിയും പകലും ഇനിയും തുടരും. ചിലരൊക്കെ തന്നെ വൈകുന്നേരം മാത്രം ഈ പരിപാടിയുള്ളവരുണ്ടല്ലോ, അവിടെ വൈകുന്നേരം സ്പെഷ്യൽ സ്ക്വാഡ് ഇറങ്ങും. അപ്പോൾ യൂണിഫോമിൽ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സജ്ജരായിട്ടുണ്ട്. 48 സ്ഥലങ്ങളിലാണ് ന്യൂനതകൾ കണ്ടെത്തിയത്. 7 സ്ഥലങ്ങളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം ന്യൂനതകൾ 48 കണ്ടെത്തി. അത് ചിലപ്പോൾ അവിടെ വൃത്തിയില്ലാത്ത അന്തരീക്ഷമായിരിക്കാം. വെള്ളം, പ്ലാസ്റ്റിക് പഴകി, അതോടൊപ്പം തന്നെ ചൂടുവെള്ളം കൊടുക്കണം എന്ന് പറയുമ്പോഴേക്കും, തിളപ്പിച്ച വെള്ളം കൊടുക്കണമെന്ന് പറയുമ്പോഴേക്കും, തിളപ്പിച്ചാറ്റിയ വെള്ളം കൊടുക്കണമെന്ന് പറയുമ്പോൾ വെള്ളം തിളപ്പിച്ചിട്ട് കുറച്ച് പകുതി തിളപ്പിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കും കുറച്ച് വെള്ളം, എന്നിട്ട് ബാക്കി പച്ചവെള്ളം ഒഴിക്കും. അങ്ങനെ കൊടുക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതാണ് 48 സ്ഥലം കണ്ടെത്തിയത്. വൃത്തിഹീനമായ അന്തരീക്ഷമൊക്കെ. പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങളുള്ളതിൽ 7 സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരിടം ചിക്കൻ ഇവരെ ഉദ്യോഗസ്ഥരെ കണ്ടപ്പോഴേക്കും എടുത്തുകൊണ്ട് ഓടാൻ വേണ്ടി പരിശ്രമം നടത്തി. ഇന്നലത്തെ മെനങ്ങാത്ത ചിക്കനാണ്. അത് കണ്ടുപിടിച്ചിട്ട് അതിനെ പിടിച്ച് വച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ശക്തമായ നടപടികളായിട്ട് മുന്നോട്ട് പോകും. മുഖം നോക്കാതെ നടപടികൾ. ഏത് സ്റ്റാർ ഹോട്ടലായാലും പരിശോധന ശക്തമാക്കും. തലസ്ഥാനത്തെ സംബന്ധിച്ച് പിന്നെ മറ്റ് ജില്ലകളിൽ നിന്നും ഉൾപ്പെടെ നിരവധി കുട്ടികളും വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്നതും ജോലി ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ഹോസ്റ്റലുകളിലും ഇത്തരത്തിൽ പഴയ ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുന്ന പ്രവണതയുണ്ട്, നിരന്തരം സംഭവിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് പിന്നെ വയറിളക്കം അടക്കം പിടിക്കുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ ഹോസ്റ്റലുകളിലും റെയ്ഡ് നടത്താനുള്ള ഉദ്ദേശം? അത് ഞങ്ങളന്ന് മാധ്യമങ്ങളെയൊക്കെ വിളിച്ചില്ല എന്നുള്ളൂ, കാരണം അതിനുള്ള സമയം കിട്ടിയില്ല. വൈകുന്നേരം 3 പെൺകുട്ടികൾ തന്നെ ഇവിടെ വന്ന് നേരിട്ട് ഹെൽത്ത് ചെയർമാനോട് കംപ്ലയിൻറ്റ് പറയുകയും അദ്ദേഹം ഉടൻ തന്നെ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സ്ക്വാഡ് ഉദ്യോഗസ്ഥർ, എനിക്ക് തോന്നുന്നു വനിതകളായിരുന്നു, അവർ യൂണിഫോമിൽ തന്നെ, അത് ലേഡീസ് ഹോസ്റ്റലായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം വനിതകളെ തന്നെയാണ് ചെയർമാൻ അയച്ചത്. യൂണിഫോമിൽ പോയി ആ ഹോസ്റ്റലിൻ്റെ ശക്തമായ പിഴ ഈടാക്കുകയും അതിലടുത്ത നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് 3 ഹോട്ടലിൽ തന്നെ മേയറുടെ അറിവോടെ തന്നെ ഒരു 3 ഹോസ്റ്റലിൽ തന്നെ ഒരു ലേഡീസ് ഹോസ്റ്റലാണ്. ആ കുട്ടികൾ വന്നപ്പോഴേക്കും ഞാനും കണ്ടിരുന്നു. നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഹോസ്റ്റലുകളിലും ഒരു ദാക്ഷിണ്യവുമില്ലാതെ, പ്രത്യേകിച്ചും കുട്ടികളൊക്കെ ഇതര ജില്ലകളിൽ നിന്നൊക്കെ വരുമ്പോൾ അവർക്ക് തിരുവനന്തപുരത്തെക്കുറിച്ച് വലുതായിട്ട് അറിവില്ല. അവർ കിട്ടുന്ന സ്ഥലത്ത് ഭക്ഷണം വാങ്ങി കഴിക്കും. അങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ സ്ക്വാഡ് ശക്തമാക്കിയിട്ടുള്ളത്. 4 സ്ക്വാഡുകളാണ് ഇപ്പോൾ നിരന്തരം ലൈവായിട്ടുള്ളത്. ഒരു വനിതാ സ്ക്വാഡിനെ കൂടി ഈ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഹോസ്റ്റൽ റെയ്ഡിന് വേണ്ടി, കാരണം പലതും ലേഡീസ് ഹോസ്റ്റലാണല്ലോ, അപ്പോൾ ഒരു വനിതാ സ്ക്വാഡിനെ കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നു. തീർച്ചയായിട്ടും തട്ടുകടകളിലും പരിശോധന ശക്തമാകും. നമുക്കറിയാമല്ലോ, തട്ടുകടകളിൽ നമ്മളെല്ലാവരും കഴിച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ തട്ടുകടലിൽ ഇരിക്കുമ്പോഴേക്കും, കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാ കടകളും ഞാൻ പറയുന്നില്ല, ചില കടകളൊക്കെ പെർഫെക്റ്റായിട്ട് നടത്തുന്ന കടകളുമുണ്ട്. പക്ഷേ കൂടുതലും അങ്ങനെയല്ല നടത്തുന്നത്. തട്ടുകളുടെ കാര്യത്തിൽ ഒരു കാര്യം കൂടെ പറയാം. തട്ടുകടയുടെ കാര്യത്തിൽ റോഡിൽ കച്ചവടം നടത്തുന്നത് ഒരു അവകാശമായിട്ട് സ്ഥാപിക്കുന്ന പലരുമുണ്ട്. തെരുവോര കച്ചവടക്കാർക്ക് കേന്ദ്ര ഗവൺമെൻറ് ഒരു നിയമമുണ്ട്, അവർക്ക് ജീവിക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത്. അതിനെ മറയാക്കിക്കൊണ്ട് വലിയ ഹോട്ടലുകൾ നടത്തുന്നവർ ഇപ്പോൾ ഹൈവേയും റോഡുമൊക്കെ തന്നെ ഞങ്ങൾക്ക് കട നടത്താനുള്ളൊരു കേന്ദ്രമാണെന്നുള്ള അവകാശത്തോടെ നടത്തുന്നവരുണ്ട്. ശക്തമായ നടപടികൾ, അതിനുള്ള ഹോംവർക്കിലാണ് ഞങ്ങൾ. ശക്തമായ നടപടികൾ അവിടെയും ഉണ്ടാവും.
എന്തായാലും മേയർ നമ്മളോട് വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ നിരവധി ഹോട്ടലുകൾ പഴകിയ ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ നഗരസഭയുടെ ഹെൽത്ത് വിഭാഗം ഈ ഹോട്ടലുകളിൽ റെയ്ഡ് നടത്തുന്നതാണ്. നിരവധി ഹോട്ടലുകൾക്കെതിരെ നടപടി സ്വീകരിക്കേണ്ട സാഹചര്യമാണ് ഉള്ളത് എന്നുള്ള സൂചനയും നമുക്ക് ലഭിക്കുന്നുണ്ട്. നിലവിലിപ്പോൾ 7 ഹോട്ടലുകളിലാണ് നിലവിലിപ്പോൾ പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ച് എടുത്തിരിക്കുന്നത്. അതുകൂടാതെ മേയറോട് നമ്മളൊരു ചോദ്യം ചോദിച്ചു. അതായത് ഹോട്ടലുകളിൽ മാത്രമല്ല മറ്റ് ജില്ലകളിൽ നിന്നും ഉൾപ്പെടെ ഈ തിരുവനന്തപുരം നഗരത്തിലേക്ക് വിദ്യാഭ്യാസത്തിനും ജോലിക്കുമായി നിരവധി പേർ എത്തുന്നുണ്ട്. അവരെല്ലാവരും തന്നെ ഹോസ്റ്റലുകളിലാണ് താമസിക്കുന്നത്. അവിടെ വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിലടക്കം വലിയ വീഴ്ച സംഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് വ്യക്തമാണ്. ഇക്കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ മേയറെ ഇവിടെ താമസിക്കുന്ന, അതായത് പഠനത്തിനായി എത്തിയ വിദ്യാർത്ഥികൾ മേയറെ കണ്ട് പരാതി അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നഗരസഭാ പരിധിക്കുള്ളിലുള്ള ഹോസ്റ്റലുകൾ ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ റെയ്ഡ് നടത്തുമെന്നാണ് മേയർ നമ്മളോട് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.